മാഡം ലേസർ ഹെയർ റിമൂവർ സേഫ് ആണോ? ലേസർ ഹെയർ റിമൂവ് ചെയ്യുന്നത് സേഫ് ആണ്. കാരണം ഏകദേശം അധികം സൈഡ് റിയാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ലേസർ ഹെയർ റിമൂവൽ. അപ്പൊ അത് തന്നെ നമുക്ക് നേരത്തെ പെയിൻഫുൾ ആയിട്ടുള്ള ലേസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വളരെ പെയിൻലെസ് ആയിട്ടുള്ള എക്സ്ട്രീംലി നല്ല ടെക്നോളജി ഉള്ള ലേസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ ചെയ്യുന്നതുകൊണ്ട് നല്ല സേഫ്. ലേസർ ചെയ്യുമ്പോൾ ഹെയർ മുഴുവനായിട്ട് പോവോ? ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുന്നത് നമുക്ക് നിലവിലുള്ള ഹെയർസ് ഫുള്ള് വാനിഷ് ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് അല്ല. ശരിക്കും ചില ആളുകൾക്ക് അമിതമായിട്ട് മുഖത്തും താടിയിലും ഒക്കെ ഒരുപാട് രോമം വളർച്ച ഉണ്ടാവും. അപ്പൊ ഈ അമിതമായ രോമ വളർച്ച പലപ്പോഴും അവരെ വരാതെ മാനസികമായി ബുദ്ധിമുട്ടിക്കും. അപ്പം ഈ ലേസർ ചെയ്യുന്ന ഓരോ സെഷൻസ് കഴിയുന്ന അനുസരിച്ചിട്ട് ഈ എക്സസ് ആയിട്ടുണ്ടാവുന്ന ഹെയർ ഫോളിക്കിൾസിന്റെ ഗ്രോത്ത് കൺട്രോൾ ആവും. അപ്പൊ വളരെ ഒരുപാട് സിറ്റിംഗ് നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. ഒരുപാട് സിറ്റിംഗ് പോകുമ്പോൾ മാത്രമേ ആ ഹെയർ റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ അമിതമായിട്ട് വളരുന്ന ആ ഒരു അവസ്ഥ കുറഞ്ഞിട്ട് ഒരു വളരെ തിന്നായിട്ടുള്ള ഫോമിൽ മാത്രം ഹെയർ ഫോളിക്കിൾസ് മാറും എന്നുള്ളതാണ്. അപ്പൊ ഫുള്ളായിട്ട് വാനിഷ് ആവത്തില്ല, എന്നാലും ആ എക്സ്ട്രീം ആയിട്ടുള്ള ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും ലേസർ. 80% ലേസർ കൺട്രോൾ ചെയ്യും. അത് ഒരു 10 മുതൽ 12 സെഷൻ വരെ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തപ്പെടുത്തുള്ളൂ. ഓരോ സെഷൻസ് കഴിയുമ്പോഴും ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതാണ് ലേസർ ഹെയർ റിഡക്ഷൻ. പലപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇത് സൈഡ് എഫക്ട് ഉണ്ടോ, ക്യാൻസർ ഉണ്ടാക്കുമെന്നൊക്കെ. അങ്ങനെ ക്യാൻസറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടാവത്തുമില്ല. ഇതിനെ ചെയ്യുന്നതും വളരെ സേഫസ്റ്റ് ആണ്. പിന്നെ കഴിവതും ലേസർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ലേസർ ചെയ്യുന്നതിന് ഇടയ്ക്കൊക്കെ ഹെയർസ് വരുമ്പോൾ ഈ ജെൻസിന്റെ റേസേഴ്സ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലേസറിൽ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ.